ഇവിടെ പ്രേക്ഷകരെ ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട് ക്രിസ്മസിന് അവധിയില്ലാത്ത സ്ഥലം. ഗവർണറുടെ ലോക് ഭവനിൽ നാളെ അവധിയില്ല. വാജ്പേയിയുടെ ജന്മദിനാഘോഷ ചടങ്ങിൽ ജീവനക്കാർ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. സർക്കുലറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. എല്ലാവരും ഹാജരാകണമെന്നാണ് ലോക് ഭവൻ കൺട്രോളറുടെ സർക്കുലർ. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, രാജസ്ഥാനിലെ കാര്യവും ഉത്തർപ്രദേശിലെ കാര്യവും ഇപ്പോൾ പി ആർ സുനിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങ് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒന്നും പോകണ്ട. ഇങ്ങ് തിരുവനന്തപുരത്തെ ലോക് ഭവനിൽ നാളെ പ്രവൃത്തി ദിനമാണ്. ഇതൊരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവർണറുടെ രാജ്ഭവൻ ക്രിസ്തുമസ് ദിനത്തിൽ തുറന്നു പ്രവർത്തിക്കണമെന്ന സർക്കുലർ വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അരുൺ, പ്രത്യേകിച്ച് ഈ 2014 മുതലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം സദ്ഭരണ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ സദ്ഭരണ ദിനത്തിൽ ലോക് ഭവനിലേക്ക് ജീവനക്കാർ വരണമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയുള്ള സർക്കുലറൊക്കെ തന്നെ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലർ, അതായത് ലോക് ഭവൻ കൺട്രോളറാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് അതിലിങ്ങനെയാണ് പറയുന്നത്: മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം സദ്ഭരണ ദിനം എന്ന നിലയിലാണ് രാജ്യത്തുടനീളം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് രാവിലെ 10 മണിക്ക് ലോക് ഭവനിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ജീവനക്കാരും വീഴ്ചയില്ലാതെ കൃത്യമായി ഇതിൽ പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. അക്കാര്യം ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് നാളെ രാവിലെ 10 മണിയോടുകൂടി ആ ചടങ്ങുകൾ ആരംഭിക്കും. എത്ര നേരം നീണ്ടു നിൽക്കും ആ ചടങ്ങ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വ്യക്തമല്ല. പക്ഷേ ലോക് ഭവൻ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക. അതുകൊണ്ട് അതിനകത്ത് ഈ പലതരത്തിലുള്ള ചടങ്ങുകൾ, ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകും. ആ ചടങ്ങുകളിൽ കൃത്യമായി ജീവനക്കാർ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയുള്ള സർക്കുലറാണ് ലോക് ഭവൻ കൺട്രോളർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അരുൺ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാളെ ലോക് ഭവന് പ്രവൃത്തി ദിനമാണ്. ഗവർണറുടെ രാജ്ഭവൻ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് ദിനം തുറന്ന് പ്രവർത്തിക്കണമെന്നും സദ്ഭരണ ദിനത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നാളെ എത്തണമെന്നുമാണ് ഗവർണറുടെ സർക്കുലറിൽ പറയുന്നത്.